അതെ, സത്യമാണ്. 35 വയസ്സിന് താഴെയുള്ള ഭാര്യമാര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഓവർ റിയാക്ട് ചെയ്യും, അതുപോലെ അനാവശ്യമായിട്ടുള്ള ദേഷ്യമൊക്കെ ഇവരിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിൽ ഇവരുടെ ഹസ്ബൻഡ് ആയിരിക്കും കുട്ടികളുടെ ഹീറോ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ റീസൺ എന്താണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വരുന്ന കാര്യങ്ങളെല്ലാം എഫക്റ്റ് മാത്രമാണ്, അതിനൊരു കോസ് ഉണ്ടാവും. ചിലപ്പോൾ ഇതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. അതായത് 9 ഒരു സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നുണ്ടെന്നാണ് കണക്ക്. അതല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, അതല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അതുമല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രോമയ്ക്ക് ഇതിൽ പെടും. അതല്ലെങ്കിൽ ഈ ഡെലിവറി ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ ഇവർക്ക് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം വളരെ കുറവാണെങ്കിലും ആൾക്കാർ ഇങ്ങനെയാവും. ഇങ്ങനെ ഒരുപാട് റീസൺസ് ഇതിന്റെ പിറകെയുണ്ട്. ഈ സമയത്ത് നമ്മൾ ആണുങ്ങൾ വളരെ ലോജിക്കലായിട്ട് ആലോചിക്കും, എന്തിന്റെ കുറവാണ് ഞാൻ അവൾക്ക് വരുത്തുന്നത്? ഒരു കുറവ് വരുത്തുന്നുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ക്ഷമയുടെ ഒരു കുറവുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ സമയത്ത് ക്ഷമ അത്യാവശ്യമാണ്, സ്നേഹം കൂടുതൽ അത്യാവശ്യമാണ്, പിന്നെ ഒരു കരുതലും അനുകമ്പയൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതേ, ഓരോ സ്ത്രീയും ഒരു മനുഷ്യനും നിർവചിക്കാൻ കഴിയാത്ത അത്രയും കലവറകളുള്ള ഒരു പേടകം പോലെയാണ്. അവിടെ നെഗറ്റിവിറ്റി തരണേന് അത് മാത്രമേ കിട്ടുള്ളൂ, പോസിറ്റിവിറ്റി തരികയാണെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് ഏത് തരയണം എന്നുള്ളത് നമ്മുടെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചോയ്സാണ്.